നമസ്കാരം. സീറോ മലബാർ സഭയുടെ അതിരുകളെ വിസ്തൃതമാക്കിയ ഇടയശ്രേഷ്ഠൻ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവാചക ധീരതയോടെ സഭയെ നയിച്ച, സഭയെ വളർച്ചയിലേക്ക് നയിച്ച നല്ല പിതാവ്. എളിമയും വിനയവും കൈമുതലാക്കി പിതൃവാത്സല്യത്തോടെ ആർദ്ര ഹൃദയത്തോടെ ഇടയജനത്തെ സ്നേഹിച്ച നല്ല ഇടയൻ. ഒപ്പം തന്നെ ഉറച്ച നിലപാടുകളോടെ സഭയെ വളർച്ചയിലേക്ക് നയിച്ചു. ഒപ്പം തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിലും സഭയെ ഉന്നതിയിലേക്ക് അദ്ദേഹം നയിച്ചു. ശ്രദ്ധേയമായ നിലപാടുകളുടെ പേരിൽ പൊതുസമൂഹത്തിൽ ആദരവ് ഏറ്റുവാങ്ങിയ ആത്മീയ ആചാര്യൻ. സ്ഥാനത്യാഗത്തിന് ശേഷം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് ആദ്യമായി ഒരു മാധ്യമത്തോട് മനസ്സ് തുറക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പിതാവെ, ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. പിതാവ്, പ്രത്യേകിച്ച് 2023 ഡിസംബർ മാസം 7-ാം തീയതി പിതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നിർണായകമായിട്ടുള്ളൊരു ദിനമായിരുന്നു. അന്നായിരുന്നു പിതാവ് സ്ഥാനത്യാഗം ആ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഏറ്റവും ആദ്യം തന്നെ പ്രത്യേകിച്ച് ഈ ഒരു സ്ഥാനത്യാഗത്തിന് ശേഷം പിതാവിന്റെ ശുശ്രൂഷകൾ എങ്ങനെ പോകുന്നു എന്നതിനെ പറ്റി അറിയാൻ പ്രേക്ഷകർക്ക് വളരെയധികം താല്പര്യമുണ്ട്. പലപ്പോഴും ഈ സ്ഥാനത്യാഗത്തിന് ശേഷം പിതാവിന്റെ കാര്യപരിപാടികളൊക്കെ കാണുമ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്ന ആ ഒരു സമയത്തേക്കാൾ കൂടുതൽ ഒരു തിരക്ക് പിടിച്ച ഒരു ദൗത്യങ്ങളിലൂടെയാണ്, ശുശ്രൂഷകളിലൂടെയാണ് പിതാവ് കടന്നു പോകുന്നതെന്ന് പലരും പറയാറുണ്ട്. എങ്ങനെ പോകുന്നു പിതാവിന്റെ ഇപ്പോഴത്തെ ശുശ്രൂഷകളൊക്കെ? ഞാൻ സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം എനിക്ക് വളരെയേറെ ക്ഷണങ്ങൾ ജനങ്ങളിൽ നിന്നും, വൈദികരിൽ നിന്നും, പിതാക്കന്മാരിൽ നിന്നും ഒക്കെ ലഭിക്കുന്നുണ്ട്. എല്ലാം ഒന്നും അപ്പാടെ സ്വീകരിച്ച് നടപ്പിൽ വരുത്തുവാൻ സാധിക്കുകയില്ല. എന്ന് വരികിലും ഞാൻ ചിന്തിച്ച് സ്വീകരിക്കണമെന്ന് തോന്നുന്ന ശുശ്രൂഷകളെ സ്വീകരിച്ച് അത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശുശ്രൂഷകൾക്കൊന്നും കുറവില്ല. പക്ഷേ ശുശ്രൂഷകളുടെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും മേജർ ആർച്ച് ബിഷപ്പ് ആയിരിക്കുമ്പോൾ സഭയുടെ പൊതുവായ ശുശ്രൂഷകള് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ശുശ്രൂഷകളൊക്കെയാണ് അദ്ദേഹത്തിന് നിർവഹിക്കാനുള്ളത്. അതൊക്കെ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ നിർവഹിക്കേണ്ടില്ലാത്തതിനാൽ ഒരു മെത്രാനടുത്ത ശുശ്രൂഷകൾക്കാണ് ക്ഷണിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് പട്ടം കൊടുക്കൽ ശുശ്രൂഷ, ഇനിയും അല്ലെങ്കിൽ വിശുദ്ധ കുർബാന ആഘോഷമായിട്ട് പരിക്രമം ചെയ്യുന്ന സ്ഥലങ്ങളിലെ കാർമ്മികത്വം, വിവാഹ ആശീർവാദങ്ങൾ, മറ്റു വിധത്തിലുള്ള ജനങ്ങളുടെ കൂട്ടായ്മകളിലുള്ള അധ്യക്ഷം വഹിച്ചുള്ള പെരുന്നാൾ, തിരുനാളുകളിലെ പ്രധാന ദിവസത്തെ വിശുദ്ധ കുർബാന, കുടുംബയോഗങ്ങളിലെ അധ്യക്ഷത, ഇതൊക്കെയാണ്. പിന്നെ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും കുടുംബജീവിതക്കാരുടെയും ജൂബിലികൾ, പ്രത്യേകിച്ച് സുവർണ ജൂബിലികൾക്ക് ഒക്കെ ക്ഷണമാണ്. അപ്പോൾ അതിൽ ഏറ്റെടുക്കാവുന്നിടത്തോളം ശുശ്രൂഷകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ടാണ് സ്ഥാനമൊഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴത്തെ എൻ്റെ ശുശ്രൂഷ വളരെ തിരക്കേറിയതാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നു. അപ്പോൾ തന്നെ പിതാവ് ഒരു കൗതുകത്തിനോട് ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്ന ഒരു സമയത്തെ ഒരു ദൗത്യം, ശുശ്രൂഷ ജീവിതം, അതിനുശേഷമുള്ള ശുശ്രൂഷ ജീവിതം, ഏതാണ് പിതാവ് കൂടുതൽ ആസ്വദിക്കുന്നത്? രണ്ടും രണ്ടിൻ്റെതായ രീതിയിൽ ഞാൻ സന്തോഷത്തോടെ അനുഭവിച്ചിരുന്നതാണ്. ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്ത കാര്യങ്ങൾ സഭയ്ക്ക് നന്മ വരുത്തണം, സമൂഹത്തിനും ഉപകരിക്കുന്നതായിരിക്കണം എന്ന ഒരു നിഷ്കർഷ എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് അക്കാലത്ത് സംതൃപ്തിയുണ്ട്. ഒരുപക്ഷെ സംതൃപ്തിദായകമല്ലായിരുന്നു എന്ന് തോന്നുന്ന വെല്ലുവിളികളും എതിർപ്പുകളും ഒക്കെ ഉള്ള അക്കാലത്തെ ശുശ്രൂഷയും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ സംതൃപ്തിയുണ്ട്. കാരണം എല്ലാം എപ്പോഴും സുഗമമായിരിക്കുകയില്ല. ആരുടെയും ജീവിതത്തിൽ പ്രത്യേകിച്ച് ഉത്തരവാദിത്വപൂർണമായിട്ടുള്ള ശുശ്രൂഷകൾ ദൈവം നമ്മളെ ഭരമേൽപ്പിക്കുമ്പോൾ അതിൽ എല്ലായ്പ്പോഴും നമുക്ക് സന്തോഷം പകരുന്ന അനുഭവങ്ങൾ മാത്രമല്ല, പിന്നെയോ വേദനകളും ദുഃഖങ്ങളും ഒക്കെ തരുന്ന അനുഭവങ്ങളും ഉണ്ടായിരിക്കും. അവയുടെ നടുവിലും നമ്മുടെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നമുക്ക് സംതൃപ്തി ഉണ്ടാകും. കാരണം അത് ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണല്ലോ. അത് നമ്മൾ ഏറ്റെടുത്ത്
നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതമാണല്ലോ നിറവേറ്റുന്നത് എന്നുള്ള ഒരു ആത്മാവിലുള്ള ഒരു അനുഭവം അത് നമുക്ക് സംതൃപ്തിദായകമാണ്. ഓക്കെ. അപ്പം ഈ 2023 ഡിസംബർ മാസം 7-ാം തീയതി പിതാവ് സ്ഥാനത്യാഗം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലുള്ള ആ ഒരു കോൺഫറൻസ് ഹാളിലേക്ക് പിതാവ് വരുന്നു. അപ്പം മറ്റ് മാധ്യമ പ്രവർത്തകരുണ്ട്, ഒപ്പം അവരുടെ കൂടെ ഞാനും ഉണ്ട്. അപ്പം ദൈവാനുഗ്രഹത്തിൽ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്ഥാനം പിടിക്കാൻ സാധിച്ചു. അപ്പൊ ഞാൻ പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മനസ്സിൽ ഒട്ടനവധി ചിന്തകൾ കടന്നു പോകുന്നതായിട്ട് മനസ്സിലായി. പിതാവ് ആ ഒരു സ്ഥാനത്യാഗം പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം സദസ്സിലുള്ള പലരുടെയും മുഖത്തേക്ക് നോക്കി പിതാവ് ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു പിതാവെ, പ്രത്യേകിച്ച് വളരെ ദീർഘനാളുകളായിട്ട് സഭയെ ധീരതയോടെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞുള്ള ഒരു പ്രവാചക ധീരതയോടെ പിതാവ് സഭയെ നയിക്കുന്നു. സഭയുടെ അതിരുകൾ പിതാവ് വിസ്തൃതമാക്കി. ആ ഒരു സമയത്ത് ഈ ഒരു സ്ഥാനത്യാഗം പ്രഖ്യാപിക്കുന്ന ആ ഒരു നിമിഷത്തില് പിതാവിന്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയാണ് പിതാവ്? വാസ്തവത്തില് നിങ്ങൾക്കൊക്കെ ഊഹിക്കാവുന്നത് പോലെ സമ്മിശ്ര വികാരങ്ങൾ എൻ്റെ ഹൃദയത്തിൽ തെങ്ങി നിന്നിരുന്ന ഒരു സന്ദർഭമാണ്. ഞാൻ 2 പ്രാവശ്യം രാജി സമർപ്പിച്ചിരുന്നതാണ്. അതാണ് പരിശുദ്ധതാവ് സ്വീകരിച്ചെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ പ്രകാരമുള്ള രാജി സ്വീകരണം അത്ര പെട്ടെന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ള വസ്തുതയാണ്. പെട്ടെന്ന് സ്വീകരിക്കപ്പെട്ടപ്പോൾ അത് എനിക്ക് തോന്നി അതിലെന്തോ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യമുണ്ട് എന്ന് വരികിലും ഞാൻ സമർപ്പിച്ചിരുന്ന രാജിയാണല്ലോ സ്വീകരിക്കുന്നത്. ഞാൻ ആയിരിക്കുന്ന ഒരു ശുശ്രൂഷയുടെ കാലത്ത് ഒരുപക്ഷെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ എന്നെ ചൂണ്ടിക്കൊണ്ടായിരിക്കാം പ്രശ്നങ്ങൾ നീട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. അത് സഭയ്ക്ക് ക്ഷീണമാണല്ലോ. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ സഭയുടെ മുന്നോട്ടുള്ള ഗതിക്ക് കൂടുതൽ എളുപ്പമുണ്ടല്ലോ എന്നുള്ള ചിന്തയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് എൻ്റെ ചിന്തയിലുണ്ടായിരുന്നത് ഈ ഒരു ശുശ്രൂഷയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ അത് ഏറ്റവും നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പിന്നീടുള്ള എൻ്റെ ശുശ്രൂഷകളെ കുറിച്ചുള്ള ഒരു ആകുലതയും മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അത് അധിക നാൾ ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു സ്വാഭാവികമായ ചിന്തയും മനസ്സിലുണ്ട്. ഇപ്രകാരമുള്ള പല ചിന്തകൾ മനസ്സിലുണ്ടായിരുന്നു. എന്ന് വരികിലും ഞാൻ സംതൃപ്തിയോടെയാണ് എൻ്റെ രാജി അറിയിച്ചത്, പരിശുദ്ധാവ് സ്വീകരിച്ച വിവരം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാം. ഒപ്പം പിതാവിന്റെ ഒരു ഭരണ കാലയളവില് സഭയ്ക്ക് വളർച്ചയുണ്ട്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഒപ്പം തന്നെ ഒട്ടനവധി വിവാദങ്ങളൊക്കെ ഉണ്ടായി, വളരെയധികം പ്രതിസന്ധികളൊക്കെ ഉണ്ടായി. പിതാവിന് വ്യക്തിപരമായിട്ടൊക്കെ പിതാവിന് നേരെ പോലും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ആ കാലഘട്ടത്തിലാണ് പിതാവിന്റെ ആരോഗ്യത്തെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒപ്പം ഈ സ്ഥാനത്യാഗവുമായിട്ട് ബന്ധപ്പെട്ട് അത് ഒരു നമുക്ക് ഇപ്പം ജസ്റ്റ് പറയാൻ എളുപ്പമാണ്, പക്ഷെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ പിതാവിനാണ് അതിന്റെ ഒരു വിഷമം, ആ ഒരു സംഘർഷം എത്രമാത്രം ഒന്നും പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ എങ്ങനെയാണ് പിതാവെ പിടിച്ചെന്നത്? പ്രത്യേകിച്ച് കൂടെയുള്ളവരൊക്കെ ഒറ്റപ്പെടുത്തുന്ന ഒരു അനുഭവങ്ങൾ വരുന്നു. സഭയുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത പല കാര്യങ്ങളും പലരും തെറ്റിദ്ധരിപ്പിച്ച് അത് പിതാവിനെ തേജോവധം ചെയ്യാൻ ഉപയോഗിക്കുന്നു. അപ്പൊ ആ ഒരു ഘട്ടത്തിലൊക്കെ എങ്ങനെയാണ് പിതാവ് പിടിച്ചത്? തീർച്ചയായിട്ടും അതിനെയെല്ലാം അതിജീവിച്ചത് എൻ്റെ ജീവിതത്തിലെ ഒരു അത്ഭുതം പോലെയാണ് ഞാൻ കാണുന്നത്. കാരണം അതിലൂടെ കടന്നുപോയിരുന്നപ്പോൾ അത്ഭുതം സംഭവിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ലെങ്കിലും പിന്നീട് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. കാരണം അത്രയേറെ വ്യഥ അനുഭവിക്കേണ്ടി വന്നു. അത് ശരിയാണ്. കാരണം 2 രാത്രിയിൽ ഞാൻ ചിന്തിച്ചു പോയതാണ് മിക്കവാറും പ്രഭാതത്തിൽ ഞാൻ ഉണ്ടായിരിക്കുകയില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു വസ്തുത. കാരണം അത്രയേറെ ആരോപണങ്ങൾ, യാതൊരു സത്യവും ഇല്ലാത്തത് ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രചരിപ്പിച്ച് തങ്ങൾ മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങളെ സാധിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം എതിർത്തവരുടെ ശൈലിയിലുണ്ടായിരുന്നു. വാക്കിലും പ്രവൃത്തിയിലും അവർ മാധ്യമങ്ങളെ ഉപയോഗിച്ച ശൈലിയിലും അവരുടേതായിട്ടുള്ള എല്ലാവിധ സമീപനങ്ങളിലും കണ്ടു. ഇതൊക്കെ ഞാൻ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. ഈ ആസൂത്രണങ്ങളോ ഈ നടപ്പിലാക്കലുകളോ ഒന്നും
മുൻകൂർ മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തിയോ അതിനെ സഹായിക്കുന്ന സംവിധാനങ്ങളോ എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയേറെ ഭീകരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് എൻ്റെ ശരീരവും മനസ്സും വാസ്തവത്തിൽ വളരെയേറെ ക്ഷീണിതമായിരുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. എന്ന് വരികിലും ഞാൻ പിന്നീട് മുന്നോട്ട് വന്ന് ചില വ്യക്തികളുടെ, പ്രത്യേകിച്ച് നിർണായകരായ സ്ഥാനം സഭയിലും സമൂഹത്തിലും ഒക്കെ വഹിക്കുന്ന ചിലരുടെ പേര് ഞാൻ പറയുന്നില്ല, അവരുടേതായ പിന്തുണയിൽ ആലോചിച്ച കാര്യങ്ങൾ പിന്നീട് നടത്താൻ തുടങ്ങിയപ്പോൾ ഇതേതായാലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ലാത്ത സ്ഥിതിക്ക് ഇതിലൂടെ കടന്നുപോയാൽ ദൈവം തന്നെ സത്യം വെളിപ്പെടുത്തി എനിക്ക് ശക്തി പകരുമെന്നുള്ള ഒരു ബോധ്യം എൻ്റെ മനസ്സിൽ വരികയും ഞാൻ പിന്നീട് മുന്നോട്ട് പോവുകയും ചെയ്തു. ആദ്യം തളർന്നു പോയതാണ്. ഞാൻ പറഞ്ഞതുപോലെ ജീവിതം അവസാനിക്കുന്നത് പോലെ വരെ എനിക്ക് തോന്നിയതാണ്. പക്ഷേ ആ സമയത്ത് ഈ ഒരു ചിന്ത വരികയും ഈ സമയങ്ങളിലെല്ലാം കൂടുതൽ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു പ്രാർത്ഥിച്ചും അത് ഞാൻ പിന്നെ സമൂഹ പ്രാർത്ഥനകളിൽ പങ്കുചേർന്നും അതിനൊന്നും ഒരു കുറവ് വരുത്താതെ മുന്നോട്ട് പോയും എന്തോ ഒരു ശക്തി എന്നിൽ നിരന്തരം ഉണ്ടായിരുന്നു ഇതിനെയെല്ലാം അഭിമുഖീകരിക്കുവാനായിട്ട്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു ശക്തിയാണതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു അത്ഭുതം നടന്നതുപോലാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്നുള്ളത്, എത്രമാത്രം ഒരു വിഭാഗം ആളുകളെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരുന്നു എന്ന് വരികിൽ തന്നെയും സഭയിലെ ബഹുഭൂരിഭാഗം ആളുകളും ചിന്തിച്ചിരുന്നത് എൻ്റെ ഈ കാര്യങ്ങളിലുള്ള നിഷ്കളങ്കതയെക്കുറിച്ചാണ്. അതുകൊണ്ട് എനിക്കൊരു മാനസികമായ ഉറപ്പുണ്ടായിരുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഒന്നും ആർക്കും തെളിയിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു ബോധ്യമുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സംസാരിച്ച ആളുകളെ തന്നെയാണ് ആദ്യം ഒരു കമ്മീഷനായിട്ട് വെച്ച് അന്വേഷിച്ചറിയിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ചിലർ അതെൻ്റെ ഒരു ഭോഷത്വമായിട്ട് പറഞ്ഞു എന്ന് വരികിലും ഞാൻ വിചാരിച്ചത് അവർ തന്നെ അന്വേഷിച്ച് ഒന്നുമില്ലെന്നറിയുമ്പോൾ അവർ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കി ഒരു സമരസത്തിലേക്ക് വരും എന്നുള്ളതാണ് ഞാൻ ഊഹിച്ചത്. പക്ഷെ അത് നടന്നില്ല. അപ്പം അതുകൊണ്ട് ഒരു കാര്യത്തെ ഞാൻ അഭിമുഖീകരിച്ച രീതി അങ്ങനെ പറയാം. പിന്നെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു സഭാ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ജീവിത ശൈലിയിൽ തഴങ്ങിയിരിക്കുന്ന കാരിസ്മാറ്റിക് പ്രസ്ഥാനക്കാരുടെ, അതുപോലെ തന്നെയുള്ള ധ്യാന കേന്ദ്രങ്ങളിലെ ആളുകളുടെ, ആത്മീയതയിൽ ഉയർന്ന നിലയിലുള്ള ആത്മായ സഹോദരങ്ങളുടെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ, സഹോദരന്മാരുടെ, വൈദികരുടെ, മെത്രാന്മാരുടെ ഉൾപ്പെടെയുള്ള പ്രാർത്ഥനകളും എനിക്ക് പിൻബലമായി എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ദൈവം എന്നെ സംരക്ഷിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. ആ ഒരു സമയത്ത് ഒത്തിരി പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നു പിതാവ്? പ്രത്യേകിച്ച് പ്രാർത്ഥന മാത്രമായിരുന്നില്ല ആ ഒരു സമയത്ത്? പ്രാർത്ഥന കൂടുതലായിട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ മനസാന്നിധ്യത്തോടുകൂടി പ്രാർത്ഥിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. ദൈവസന്നിധിയിലായിരിക്കുന്നത് തന്നെ നമ്മുടെ ആത്മാവിനെ ദൈവാത്മാവ് ശക്തിപ്പെടുത്തുന്ന ഒരനുഭവം നമുക്ക് തരും. അതാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കൊരിയയിലെ യാമ പ്രാർത്ഥനകളിലും ചെല്ലുന്നിടത്തെ പ്രാർത്ഥനകളിലും ഞാൻ തിരുക്കർമാനുഷ്ഠാനങ്ങളോ മറ്റു വിധത്തിലുള്ള മേജർ ആർച്ച് ശുശ്രൂഷകളിൽ നിന്നോ പിന്മാറിയിരുന്നില്ല. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയങ്ങളിലെല്ലാം പോയി സന്ദർശിക്കുമായിരുന്നു. അങ്ങനെ പൊതു ശുശ്രൂഷകളെല്ലാം ചെയ്യുമായിരുന്നു. മെത്രാന്മാരുടെ അഭിഷേകം, രൂപതകളുടെ സന്ദർശനം, ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് കർമ്മനിരതമായി മുന്നോട്ട് പോയിരുന്നത് കൊണ്ടും പ്രാർത്ഥനയുടെ ശക്തി സ്വന്തം വ്യക്തി ജീവിതത്തിൽ നിന്നും പിന്നെ മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ ഫലമായും കിട്ടിയിരുന്നത് കൊണ്ടുമാണ് ഞാൻ കടന്നുപോയതെന്ന് എനിക്ക് തോന്നുകയാണ്. എന്ന് വരികിലും എനിക്കതൊരു വളരെ പരീക്ഷണത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ഇപ്പോഴും ആ പരീക്ഷണം എൻ്റെ ഉള്ളിലുണ്ട്. ഇതെങ്ങനെയെങ്കിലും തീർന്ന് സഭയിലെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കൂട്ടായ്മ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിതാവെ, ആ ഒരു പരീക്ഷണ കാലഘട്ടം മാനസികമായിട്ട് പിതാവിനെ ഒത്തിരിയധികം ബാധിച്ചു. ശാരീരികമായിട്ട് എത്രത്തോളം ഒരു ഭവിഷ്യത്ത് പിതാവിനെ അത് ഏൽപ്പിച്ചു? ശാരീരികമായിട്ട് എനിക്ക് അതിനിടയിലാണ് 2 സ്റ്റെൻഡ് ഇടേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ബ്ലോക്കുകൾ ഉണ്ടായിട്ട് അത് ആ പരീക്ഷണ കാലഘട്ടത്തിലാണ്. ടെൻഷൻസിൻ്റെ ഒരു പാർശ്വഫലമായിട്ട് വന്നതാണെന്ന് ഞാൻ ഊഹിക്കുന്നു. ഡോക്ടേഴ്സ് എന്നോട് എന്നെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഈ 2 സ്റ്റെൻഡ് ഇട്ടിരിക്കുന്നത് അത്ര
ഹാർട്ടിൻ്റെ പ്രധാന ഭാഗത്തൊന്നുമല്ല, കുറച്ച് കഴിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ രക്തധമനികൾ പോയി ശാഖകളായിട്ട് പിരിയുന്ന ആ ഭാഗത്താണെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിന് ശേഷവും അത് നടന്നതിന് ശേഷവും ഞാൻ സാധാരണ ജീവിതശൈലിയിൽ മുന്നോട്ട് പോവുകയാണ്. അതായത് പ്രത്യേകിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ഒരു പരീക്ഷണ കാലഘട്ടത്തിൽ ആ വ്യക്തിയെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത് ആ വ്യക്തി വിശ്വസിച്ച, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച അല്ലെങ്കിൽ വിശ്വസിച്ച വ്യക്തികളെ ചതിക്കുമ്പോൾ അല്ലെങ്കിൽ വഞ്ചിക്കുമ്പോഴാണ്. അപ്പോൾ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പരീക്ഷണ കാലഘട്ടത്തിൽ പലപ്പോഴും പല മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്, പിതാവ് വിശ്വസിച്ചവർ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് പിതാവ് സ്നേഹിച്ചവർ, വിശ്വസിച്ചവരൊക്കെ പിതാവ് പോലും വിചാരിക്കാതെ ഒരു ചതിച്ചു, വഞ്ചിച്ചു എന്നൊരു ആശങ്ക അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഫീലിംഗ്, ഒരു വിഷമം പിതാവിന് മനസ്സിലുണ്ടോ? അതായത് സഭയിലായാലും സമൂഹത്തിലായാലും ചില വ്യക്തികൾ അവരായിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ, സഭയാണ് സഭ, സമൂഹമാണെങ്കിൽ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സാമ്പത്തിക പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ സാംസ്കാരിക ഇടപാടുകൾ, അങ്ങനെയൊക്കെയുള്ള പ്രസ്ഥാനങ്ങളുടെ വിജയത്തിന് വേണ്ടിയുള്ള ലക്ഷ്യത്തെക്കാൾ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തോടൊപ്പം തങ്ങളുടേതായ വ്യക്തി താല്പര്യങ്ങളും സൂക്ഷിക്കും. അപ്പോൾ ഈ വ്യക്തി താല്പര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ഒരു കർമ്മപദ്ധതി നടപ്പിലാക്കി പ്രവർത്തിച്ചതുപോലെയാണ് എനിക്ക് ഇപ്പോൾ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്. വഞ്ചിച്ചു എന്നുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം അവരുടെ ലക്ഷ്യങ്ങൾ വെച്ച് പ്രവർത്തിക്കുമ്പോൾ എന്നെ വഞ്ചിക്കുക എന്നുള്ളതിനേക്കാൾ അവർ മുന്നിൽ കാണുന്നത് അവരുടെ വിജയമാണ്, അവരുടെ ലക്ഷ്യമനുസരിച്ചുള്ള വിജയമാണ്. അതിനിടയിൽ വരുന്ന ഒരു സൈഡ് ഇഫക്റ്റാണ് എനിക്കതൊരു വഞ്ചനയായിട്ട് മാറുന്നു എന്നുള്ളത്. അതുകൊണ്ട് അവർ ബോധപൂർവ്വം വഞ്ചിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ ഒരു ഫലമുണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. അത് ഒരുപക്ഷെ ചിലർ അറിയാതെ അങ്ങനെയുള്ള കർമ്മപദ്ധതികൾ നടപ്പിലാക്കുന്നവരോട് ചേർന്ന് പ്രവർത്തിച്ചത് കൊണ്ടുണ്ടായ ഒരു കാര്യമായിരിക്കും. ബോധപൂർവം അവരുടെ കർമ്മപദ്ധതികൾ ഇട്ട് പ്രവർത്തിച്ചവർ ആ ലക്ഷ്യത്തിന് എൻ്റെ ശുശ്രൂഷയോ എന്നെ സംബന്ധിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും പ്രാധാന്യം കൊടുത്തില്ല എന്നെനിക്ക് തോന്നുന്നു. ഇത്രത്തോളം ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും പിതാവ് തളർന്നു ആ പരീക്ഷണ കാലഘട്ടത്തിൽ, അതിന് കാരണക്കാരായവരോട് പിതാവിന് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ? തീർച്ചയായിട്ടും ഞാൻ ആന്തരികമായിട്ട് ക്ഷമിച്ചിരിക്കുകയാണ് അവരോട്. അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രസ്താവന പോലും ആർക്കും എതിരായിട്ട് പുറപ്പെടുവിക്കാൻ തയ്യാറാകാതിരുന്നത്. വളരെ ഉന്നത ചിന്ത ഉള്ള നമ്മുടെ സഭയിലെയും സമൂഹത്തിലെയും 2-3 പേര് അവരെൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന എന്നോട് വന്ന് പറഞ്ഞു, യു ഷുഡ് റൈറ്റ് എ വൈറ്റ് പേപ്പർ അബൌട്ട് ദ ഹോൾ തിങ്, ഒരു ധവള പത്രം എഴുതണമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു വൈറ്റ് പേപ്പർ എഴുതിയാൽ എതിർക്കുന്നവർ 10 ബ്ലാക്ക് പേപ്പർ എഴുതി ഈ സമൂഹത്തെ കലുഷിതമാക്കും. അതുകൊണ്ട് ഇത് യഥാസമയം കാര്യങ്ങൾ വെളിപ്പെടട്ടെ എന്നാണ് ഞാൻ അവർക്ക് കൊടുത്ത പ്രത്യുത്തരം. അത് മൗഢ്യമായോ അതോ നല്ലതായിരുന്നോ എന്നൊക്കെ സമൂഹം വിലയിരുത്തട്ടെ, മറ്റ് സഭാ ശുശ്രൂഷകർ വിലയിരുത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ. ഒരു നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെയാണ് സീറോ മലബാർ സഭ കടന്നു പോകുന്നത്. നമ്മൾ നേരത്തെ പിതാവ് സൂചിപ്പിച്ച പല കാര്യങ്ങളും, പല പ്രതിസന്ധികളും അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഈ കാലഘട്ടത്തിലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടും എന്നൊരു ആത്മവിശ്വാസം പിതാവുന്നുണ്ട്? തീർച്ചയായിട്ടും സഭയിൽ പരിഹരിക്കപ്പെടാത്തതായിട്ട് ഒരു പ്രശ്നവും ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ എപ്പോൾ എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുകയില്ല. പരിഹരിക്കപ്പെടുമെന്നുള്ള ഉറപ്പ് ഞാൻ പറയുന്നത്, സഭയെ നടത്തുന്നത് നമ്മളാരുമല്ല. സഭയിലെ നടത്തിപ്പ് അത് കർത്താവായ യേശു മിശിഹായുടേതാണ്. സഭ മിശിഹായുടേതാണ്. അവിടുന്നാണ് ഈ സഭയെ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലുണ്ടാകുന്ന കോളിളക്കങ്ങളെല്ലാം ശാന്തമാക്കുവാൻ കർത്താവിന് കഴിയും. അന്ന് കടലിനെ ശാന്തമാക്കിയ കർത്താവിന് നമ്മുടെ ഈ സഭയിലെ പ്രശ്നത്തെ, ഇത് ആഗോള സഭയിലെടുക്കുകയാണ്, ഇതൊരു ചായക്കോപ്പയിലെ വിപ്ലവം പോലെയാണ്. അത് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്. നമുക്കത് കൂടുതൽ വേദന ഉളവാക്കുന്നു, നമ്മളെ അത് ആശങ്കാകുലരാക്കുന്നു, അത് വാസ്തവമാണ്. പക്ഷെ നമ്മളുടെ ഈ ആകുലതകളിൽ നിന്നും ആശങ്കകളിൽ നിന്നുമെല്ലാം നമ്മൾ വിടുതൽ പ്രാപിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഉപയോഗിക്കാൻ കർത്താവ് സമയമെടുക്കുന്നതാണ്. അവിടുന്ന് ആ സമയം നമ്മിലൂടെ എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ സമയത്ത് ജീവിക്കുന്നവരാണ്.
സമയത്ത് ജീവിക്കുന്നവരായ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദൈവത്തിന് തന്നെയും സമയം ആവശ്യമായിരിക്കാം. അല്ലെങ്കിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് കർത്താവിന് ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയല്ല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത്. എല്ലാ മനുഷ്യരുടെയും ആ പ്രവർത്തന ശൈലികളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പരിഹാരത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കർത്താവ് മനുഷ്യരായ നമ്മളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് റോമിലെ അധികാരികളുണ്ട്, യഥാകാലം സഭയിൽ വരുന്ന അധികാരികളുണ്ട്, മറ്റ് സഭകളിലെ അധികാരികളുണ്ടായിരിക്കും, പിന്നെ ജനങ്ങളുടേതായിട്ടുള്ള സഹകരണം. ഇതെല്ലാം ദൈവം സംയോജിപ്പിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. അത് എങ്ങനെ എന്ന് മാത്രം ഞാൻ പറയാൻ ശക്തനല്ല. പറയാം. പിതാവ് പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട പിതാവ് എടുത്ത നടപടികൾ. ചിലര് പറയുന്നു അത് ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ആ ഒരു ഘട്ടത്തിലൊരു നടപടി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ആലഞ്ചേരി പിതാവിന് തുടർന്നും ഈ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് തുടരാമായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. അതിന്റെ ചരിത്രം നമുക്കറിയാം. 99 സമാനമായിട്ടൊരു ഡിസിഷൻ എടുത്തു, പിന്നീട് അത് നടപ്പാക്കപ്പെട്ടില്ല. എന്തുകൊണ്ടാണ് ഒരു ഏകീകൃത കുർബാന അർപ്പണത്തിന് പിതാവ് അത്രമാത്രം ഒരു പ്രാധാന്യം കൊടുത്തത്? അത് വലിയൊരു വിലയാണ് പിതാവിന് കൊടുക്കേണ്ടി വന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ കാലത്ത് എനിക്കെന്ത് വരുമെന്നുള്ളതിനേക്കാൾ ചിന്തിക്കേണ്ടത് സഭയുടെ ആവശ്യം എന്തെന്നുള്ളതാണ്. ഞാൻ മേജർ ആർച്ച് ബിഷപ്പായിട്ട് വരുന്ന കാലത്ത് ഈ സഭയുടെ ഐക്യത്തിന്, ഈ സഭയെക്കുറിച്ചുള്ള അവബോധത്തിന്, സ്വന്തമായ അവബോധത്തിന് വളർച്ച കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ദൗത്യം. കാരണം ഈ ഏകീകൃത കുർബാന കൊണ്ടുവന്ന് എൻ്റെ മുൻഗാമിയായിരുന്ന കർദിനാൾ വർക്കി വിധേയത്തിൽ പിതാവ് പരിശ്രമിച്ച് അത് പൂർണ്ണ ഫലം എത്തിക്കാതെ നിൽക്കുന്ന കാലഘട്ടമാണ്. ഈ ഏകീകൃത കുർബാന എന്ന് പറയുന്നത് ഞാൻ ശുശ്രൂഷ ഏറ്റെടുത്തതിന് ശേഷം കണ്ടെത്തിയ ഒരു കാര്യമല്ല. ഇതിൻ്റെ പിന്നിലെ നമ്മുടെ സഭയിൽ നിലനിന്നിരുന്ന ആരാധനക്രമത്തെക്കുറിച്ചും സഭയുടെ കൂട്ടായ്മയെക്കുറിച്ചുള്ള അവബോധത്തിൻ്റെ പല തട്ടുകളിലുള്ള ആ നിലയാണ് അതിൻ്റെ കാരണം ഈ സഭാവബോധത്തിലേക്ക് എല്ലാവരും ഒരുപോലെ വന്നിട്ടില്ല. അപ്പോൾ ആരുടെ സഭാവബോധമാണ് ഐഡിയലായിട്ടുള്ളത് എനിക്കറിഞ്ഞുകൂടാ. നമുക്ക് ഉരുത്തിരിഞ്ഞ് നമ്മുടെ മനസ്സിൽ സിനഡിൻ്റെ ചിന്താഗതികളിൽ, സഭയുടെ പൊതുവായ ചിന്താഗതികളിൽ വരുന്നതിനെ സംയോജിപ്പിച്ച് സഭയുടെ നന്മയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുക എന്നുള്ളതാണ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഉത്തരവാദിത്വം. അത് ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്യേണ്ടത് ആവശ്യവുമായിരുന്നു. സഭയെക്കുറിച്ചുള്ള അവബോധം അത് വളരുന്നതിനനുസരിച്ച് മാത്രമേ ഇവിടെ ഐക്യവും സമാധാനവും നിലനിൽക്കുകയുള്ളൂ. നമ്മളൊരു പൗരസ്ത്യ സഭയാണ്. സഭകളുടെ കൂട്ടായ്മയിൽ ഈ പൗരസ്ത്യ സഭയ്ക്ക് ഒരു നിർണായകമായിട്ടുള്ള ഭാഗം നിർവഹിക്കാനുണ്ട്. ആ ഭാഗം അനുസരിച്ച് നമ്മൾ ഒരേ വിശുദ്ധ കുർബാന അർപ്പണ രീതി നമ്മുടെ സഭയിൽ നിലനിൽക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. പല രീതിയിലുള്ള അർപ്പണ രീതികൾ പല കാലങ്ങളായിട്ട് വന്നിട്ടുള്ളത് സൃഷ്ടിച്ച അനൈക്യം, സൃഷ്ടിച്ച സംഘർഷങ്ങൾ, സൃഷ്ടിച്ച പ്രയാസങ്ങൾ ആഗോള വ്യാപകമായി നമ്മൾ അനുഭവിക്കുകയായിരുന്നു. കാരണം നമ്മുടെ പല രൂപതകളിൽ നിന്ന് വിദേശത്തുള്ള രൂപതകളിലും മറ്റുമൊക്കെ പോയിരിക്കുന്നവർ പല രീതിയിൽ വിശുദ്ധ അർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി, പ്രയാസങ്ങൾ അത് വിസ്തരിച്ചാൽ തീരാത്തവയാണ്. പക്ഷേ അവയെല്ലാം മാറ്റപ്പെട്ട് അവിടെയൊക്കെ ഐക്യമായപ്പോൾ എന്തൊരു സമാധാനമാണ് സഭയിലുള്ളത്. ഇത് സഭയുടെ ഒരു പ്രശ്നം പോലെ എല്ലാവരും അവതരിപ്പിക്കുന്നു. വാസ്തവത്തിൽ ഇതൊരു അതിരൂപതയിലെ പ്രശ്നമായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ്. ബാക്കിയുള്ളിടത്തെല്ലാം കാര്യങ്ങൾ സുഗമമായി നീങ്ങുകയാണ്. അപ്പോൾ ഇതിങ്ങനെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ സഭാ അവബോധത്തിലേക്ക്, സഭയുടെ ഐക്യത്തിന് ഈ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി ആവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നവരാണ് 99% ആളുകളും, അല്ലെങ്കിൽ 95% ആളുകളെങ്കിലും. ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ചിന്തയിൽ മാത്രമേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. പിന്നെ അതിന് ഏറ്റവും അടുത്ത സാഹചര്യമായിട്ട് വന്നിട്ടുള്ളത് വർക്കി പിതാവ് എടുത്ത തീരുമാനം നമ്മൾ നടപ്പിലാക്കണമെന്ന് സിനഡിൽ ഇടയ്ക്കിടയ്ക്ക് ചർച്ചകൾ നടക്കുമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചില നടപടിക്രമങ്ങളും നമ്മൾ അതിനു വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ വരുത്തിയ നടപടിക്രമങ്ങളാണ് ആദ്യമുള്ളതിൽ ഒന്ന്, നമ്മുടെ സെമിനാരികളിലെല്ലാം ഈ സിനഡ് തീരുമാനിച്ചിട്ടുള്ള ഏകീകൃത കുർബാന അർപ്പണ രീതി ആയിരിക്കണം.
സെമിനാരികളിൽ അങ്ങനെ വളരെയേറെ പേര് ഉണ്ടല്ലോ, എല്ലാ രൂപതകളിൽ നിന്നും. പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങളെ അതെല്ലാം നീക്കിയിട്ട് അങ്ങനെ അർപ്പിക്കണം. അതൊരു സ്റ്റെപ്പാണ്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? അതിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക എന്നുള്ളത്. അതുപോലെ തന്നെ സന്യാസ ഭവനങ്ങളില്, പിന്നെ കേരളം വിട്ടുള്ള എല്ലാ രൂപതകളിലും, ഇന്ത്യയിലെ മിഷൻ രൂപതകളിലും, പിന്നെ അതിന് പുറത്തുള്ള രൂപതകൾ, അല്പസ്വല്പം പ്രയാസങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതുമെല്ലാം പ്രാവർത്തികമായി. പിന്നീട് ഈ കേരളത്തിൽ വന്നപ്പോഴാണ് 6 രൂപതകള് ഇത് അംഗീകരിക്കാതെ മാറി നിന്നിരുന്നു എന്ന് വരികിലും, മർക്കിപ്പിതാവിൻ്റെ കാലത്ത് നിന്നിരുന്നു എന്ന് വരികിലും, അവരും സിനഡിൽ വന്നപ്പോൾ പറയുന്നു ഈ അനൈക്യം മാറേണ്ടതാണ്. ഇത് മാറിയില്ല എന്ന് വരിക നമുക്കുണ്ട്. പക്ഷെ പെട്ടെന്ന് COVID-19 വന്നു. അപ്പോഴേക്കും നമ്മൾ ഓൺലൈൻ വിശുദ്ധ കുർബാന അർപ്പണമായി. അപ്പോൾ സീറോ മലബാർ സഭയുടെ കുർബാന ഇങ്ങനെ പല രീതികളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലോകം മുഴുവനിലും ഇതൊരു ചോദ്യചിഹ്നം. ഇതെന്തൊരു കളിയാണ്, ഇതെന്ത് സഭയാണ്, ഇങ്ങനെ ഇഷ്ടം പോലെ കുർബാന അർപ്പിക്കുന്ന രീതി ഒരു സഭയിൽ നിലനിൽക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് റോമിലേക്ക് നിരന്തരമായിട്ട് ആളുകൾ എഴുതി. അപ്പോൾ അവിടെ നിന്നാണ് ഒരു കത്ത് വന്നത്. ഇങ്ങനെ വളരെയേറെ കത്തുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളെടുത്ത തീരുമാനം നടപ്പിലാക്കാത്തത്? യു പ്ലീസ് കം ടു എ യൂണിഫോം മോഡ് ഓഫ് സെലിബ്രേഷൻ. ഈ കത്ത് എഴുതിയൊരു വിവിധ രൂപതകളിൽ നിന്നുള്ളവരാണോ? ഈ അൽമായരും വൈദികരും ഉൾപ്പെടെയുള്ളവരാണ് ഈ കത്ത്? ആരാണെന്ന് എന്നെ അവരാരും അറിയിച്ചിട്ടില്ല. ആരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കത്തുകള് എനിക്ക് വന്ന് ഇതര സഭകളിലെ, ഇതര കത്തോലിക്ക സഭകളിലെ ആളുകളുമുണ്ട്. ഞാൻ ഈയിടെ ഒരു ഓർത്തഡോക്സ് സഭാ തലവനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ട് റോമിൻ്റെ കൂടെ നിന്ന് നിങ്ങൾ ഇത് പരിഹരിക്കണമെന്ന് വളരെ കർശനമായ ഒരു ഭാഷയിൽ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പും സിനഡും ഒക്കെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അങ്ങനെയുള്ള ഒരാവശ്യം അവിടെ നിന്ന് വന്നപ്പോൾ അത് സിനഡിനെ അറിയിച്ചു. സിനഡ് പുനർവിചിന്തനം നടത്തി. ഇത് നമുക്കൊരു മാനഹാനിയാണ് എന്നുള്ള ബോധത്തിലാണ് നമ്മളിത് നമ്മുടെ രൂപതകളിൽ ചെന്ന് ജനങ്ങളെ ധരിപ്പിച്ച് ഇത് കാര്യം ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ മറ്റ് 5 രൂപതകളിൽ, നടപ്പാക്കിയ രൂപതകളിൽ നടന്നു. അതിൻ്റെ വെളിച്ചത്തിൽ അവിടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അത് നടപ്പിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് എൻ്റെ ഒരു സൃഷ്ടിയല്ല. എനിക്ക് വ്യക്തിപരമായിട്ട് ഇത് നടപ്പിലാകേണ്ടതാണെന്നുള്ളതിൻ്റെ ബോധ്യം തീർച്ചയായിട്ടും ഉണ്ട്. ഇത് നടപ്പിലാകാതെ ഐക്യം വരികയില്ലെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അത് മറ്റൊരു കാര്യം. പക്ഷേ ഇതിങ്ങനെ സിനഡ് തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനുവേണ്ടി നിലകൊള്ളേണ്ടതും എൻ്റെ കടമയാണ്. നമ്മുടെ ഓറിയന്റൽ ചർച്ചസ് ആർ സിനഡൽ. സിനഡാണ് അന്തിമമായിട്ടുള്ള തീരുമാനമെടുക്കുന്ന ഒരു ബോഡി. ആ സിനഡിൻ്റെ തലവനായിട്ട് മേജർ ആർച്ച് ബിഷപ്പ് ഇരിപ്പുണ്ട്. അപ്പോൾ ആ മേജർ ആർച്ച് ബിഷപ്പ് കൂടെ ഇരുന്ന് സിനഡ് എടുക്കുന്ന ഒരു തീരുമാനത്തിനെതിരെ ആണുവിട പിന്മാറാൻ ഞാൻ തയ്യാറാകുകയില്ല. അത് ഞാൻ ഇപ്പോഴും ആ നിലപാടിലാണ്. അതുകൊണ്ടാണ് ഏകീകൃത കുർബാനയെ ഞാനിപ്പോഴും ഡിഫെൻഡ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ വ്യക്തിപരമായ ബോധ്യവും ഇത് ഈ സഭയ്ക്ക് ആവശ്യമാണെന്നുള്ളത്.